ഇതൊക്കെയാണ് വൈബ്. ഇവിടെ ചോറ് സംഭവം ഇതാ തുറന്നിട്ട് ഇവിടെ തീറ്റ തുടങ്ങി കഴിഞ്ഞ എല്ലാവരും. നമ്മളെ സാറും ടീച്ചറൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. വയറ്റിലോട്ടല്ലേ പോണേ. തട്ടേക്കാട് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് എന്താ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. ഗേൾസിന്റെ സ്റ്റേ അവിടെ, അതുപോലെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്താ ഈ ഒരു സ്ഥലത്തിന് അകത്തുമാണ്. ഈ സ്ഥലം ഞാൻ അകത്ത് കാണിച്ചു തരാം. വിഷയമാണ്. ഏകദേശം എന്താ ഈ ഒരു സെറ്റപ്പാണ് ഇവിടെ ഫുള്ള്. അപ്പൊ ഇവിടെയാണ് പയ്യന്മാർക്കുള്ള സ്റ്റേ. ഇവിടെ നിന്ന് ഫ്രണ്ടിലത്തെ വ്യൂ ഒക്കെ ഇങ്ങനെ കിടിലുമാണ് കേസ്. പക്ഷെ സ്റ്റേ മാത്രം വലിപ്പിച്ച് കളഞ്ഞു. ഏകദേശം ഒരു പ്രേതാലയം സെറ്റപ്പാണ്. ഏകദേശം കറക്റ്റ്. അല്ലെ യക്ഷി വന്നാലും നീ യക്ഷി ഒന്നും ചെയ്യില്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യണം നാളത്തെ പരിപാടിയാണ്. ഇവിടെ നിന്ന് ഫുള്ള് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി കയറി ഫുള്ള് കറങ്ങി അടിക്കണം. ഇവിടെ ഒരു വീടുണ്ട്, അവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്, അവിടെ ഒരു വീടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേക്ക് എത്തിപ്പെട്ട സ്ഥലം. ഇന്ന് പേടിക്കാതെ ഇവിടെ കിടക്കണം, അതാണ് ഇന്നത്തെ ടാസ്ക്. നമ്മൾ വന്നപ്പോഴേ അവിടെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. ഇതെന്തോ സംഭവം എന്ന് പറയുമ്പം നീർപക്ഷി ആവാസ വ്യവസ്ഥ ആണ് സാധനം. നമ്മളോട് വന്ന ടീമെല്ലാം അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഫുൾ പട്ടിക്കാട് ഏരിയ ആണ് ഗൈസ്, പക്ഷെ ഒരു വൈബാണ്. ഇപ്പോഴാണ് ഓണായത്. ഭയങ്കര ഇരുട്ടാണ്, വെട്ടയില്ല, അതേ ഫ്ലാഷ് അടിച്ചേക്കണ്. അങ്ങനെ ഭയങ്കര ഇരുട്ടാണ്, വെട്ടയില്ല. നല്ല ഇരുട്ടും നല്ല ഹൊറർ എക്സ്പീരിയൻസും ആണ്. വായിൽ വെട്ട അടിച്ചാണ് ഞാൻ നടക്കണത്. കാണാൻ പോലും പറ്റണില്ല. ആരൊക്കെയോ ഉള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ആരും ഇല്ല ഇവിടെ. ഒന്നും കാണാനും പറ്റും. മിണ്ടായിരുന്ന ക്ലിയർ സൗണ്ട് കേൾക്കാം. അത് ഏതാ മുതുക്ക് കിളിയാണല്ലേ. ഇവിടെ ചീപ്പൊക്കെ ഒരു അനാഥ ചീപ്പ്. ഗൈസ് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റേയിലെ കക്കൂസ് എക്സ്പ്ലോറിംഗ് ആണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ കാണിച്ചു തരാം. 1 2 ഇവിടെ ഇരിക്കണവന്റെ മൂട്ടില് എറുമ്പ് കയറും. 3 4 വെള്ളമുണ്ട് കേട്ടോ. കൊറേ കക്കൂസ് ഉണ്ട് ഇവിടെ. ഒരു കക്കൂസില് എന്തോ കാര്യമായിട്ട് നല്ല ട്രാജഡി വന്നിട്ടുണ്ട്. ഇടിച്ച് തകർത്തിട്ടേക്ക്. എന്തിനാണ് വ്ളോഗ് എടുക്കുമ്പോഴേ ഇച്ചിരി മര്യാദയായിട്ട് സംസാരിച്ചു. എന്നെ പോലെ തറയാവാതെ നല്ല വൃത്തിയിട്ട് സ്റ്റേ അന്തരീക്ഷമാണ്. വിശേഷിച്ച് നമുക്ക് രാത്രി കിട്ടിയ ഫുഡ് എല്ലാരും കഴിക്കണം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ സലീം അലി ബേർഡ് ട്രയൽ നമ്മൾ ബേർഡ് സാങ്ച്വറി പരിപാടി കാണാൻ വേണ്ടി വന്നിട്ട് നമ്മൾ ഇപ്പോൾ വന്നിരിക്കണേന്ന് പറയുമ്പം ഈ ഒരു ലൊക്കേഷനിലാണ്. വെളുപ്പാങ്കാലത്ത് ഇറങ്ങി ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് കയറി. മെയിനായിട്ട് സംഭവം എന്ന് പറയുമ്പോൾ ഫോട്ടോ ജേർണലിസം എന്നൊരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫ്സ് എടുക്കാനാണ് ഇവിടെ വന്നത്. അപ്പം എല്ലാവരും നേരെ ഫ്രണ്ടേ വിട്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും പിറകിൽ നിന്ന് പയ്യെ വ്ളോഗ് എടുത്ത് വരുവാണ്. ഇത് ട്രക്കിംഗ് ആണ്. നമ്മൾ ഇങ്ങനെ നടക്കണം, 1 മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ നടക്കണം. എല്ലാവരും ഫോട്ടോഗ്രാഫ്സ് എടുക്കാനുള്ള തിരക്കിലാണ് ഗൈസ്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വൈവിധ്യം നിറഞ്ഞൊരു കാടാണ് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അതായത് നമ്മളൊരു 2 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരം കാടുകളിലേക്കിടെ കിടന്നു പോകാം. പാവപ്പെട്ടവർ കിടന്നൊക്കെ ഫോട്ടോ എടുക്കും. നമ്മളിപ്പോ ഒരു ഏരിയക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടൊരു ഏരിയക്കകത്ത് ഇവിടെ ഫുൾ എന്താ ഈ ടൈപ്പ് ചെടി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അവിടെ അവർ എന്തോ കാര്യമായിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ എന്തോ കണ്ട എവിടെ കണ്ട് അതല്ലേ പെരിയാറാണ് സംഭവം. ഇതാണ്ടേ പെരിയാർ. അപ്പോൾ നമ്മളെ തൊട്ട് മുമ്പിൽ ഉള്ളത് പെരിയാറാണ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട്. ഇവിടെ സംഭവം വന്നിട്ട് 1 മണിക്കൂർ നമുക്ക് ഇതിനകത്തൂടെ കയറി എക്സ്പ്ലോർ ചെയ്ത് നടക്കാനായിട്ട് പാസും കാര്യങ്ങളൊക്കെ വരുന്നത് 50 രൂപയാണ്. പലതും പറയും. ചാടനം ചെയ്യല്ലേ. ഇതെല്ലാരും ഒരുമിച്ചിരുന്നു ചവിട്ട് പോട്ടല്ലേ.
അപ്പൊ ഗൈസ് നമ്മള് സ്റ്റേ അടിച്ച സ്ഥലത്ത് നമ്മൾ ഇവിടെ പറയുകയാണ്. നമ്മൾ ഇപ്പം രാവിലെ ഇപ്പൊ എത്ര മണിയായി നോക്കട്ടെ, ഇപ്പൊ 10:45 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അളിയ കോന്നിയിലോട്ട് എവിടെ പോണാ? കുട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മളെ കുട്ടവഞ്ചി. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇവിടെ വണ്ടി സ്റ്റാർട്ടാക്കി എന്തിനാണ് ഓളെ നീ ഭയങ്കര കിടിലം തന്നെ. ഓ പറയണ പോലെ തന്നെ ഓടെ. നമ്മളെ കുട്ടവഞ്ചിയിലെ ഡ്രൈവറാണ്. മാമ ഒരു ഹൈ പറയോ? നമ്മളെ കൂടെയുള്ള ടീംസ് എല്ലാം അങ്ങറ്റം വരെ എത്തി. നമ്മള് ലാസ്റ്റ് ഇറങ്ങിയാൽ നമ്മള് ഹെഡാണ് അളിയെ കരയാ അളിയെ വിഷമിക്കാതെ. അവര് സത്യം പറഞ്ഞില്ലേ വിഷയം വ്യൂ കിടിലം വ്യൂ. നമ്മള് ലാസ്റ്റ് ആണെങ്കിലും നമ്മൾ നല്ല സ്പീഡിന് പോണുണ്ട്, അതാണ് കാര്യം. പിന്നല്ലാതാ നമ്മൾ എത്താറായി കണ്ടോ. നമുക്ക് കൈ ഇങ്ങനെ ഇട്ട് വെള്ളത്തിൽ നനഞ്ഞളിയ സംഭവം എന്താ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. ഇത്ര ആഴേ ഉള്ളൂ, വീണാല് നീന്താൻ പറ്റൂല്ലേ. അവിടെ നമ്മളെ സാറും ടീച്ചർമാരെ വഞ്ചി കറക്കി തുടങ്ങി. 9 കറക്കി. ഇവിടെ വന്നിട്ട് കറങ്ങിയതിനു ശേഷം തിരിച്ചു പോകും, അതാണ് പരിപാടി. തമാശ നടുക്ക് വെച്ചിട്ട് തമാശക്ക് കുറവില്ല. ഗൈസ് നമ്മളെ കൊട്ടവഞ്ചി കറക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ കറക്കൽ സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ കറക്കി തുടങ്ങി. കുഴപ്പമില്ല, വലിയ വിഷയമില്ലേ. ഓക്കെ